ഹലോ, എല്ലാവരും സുഖമായിരിക്കണം. അപ്പം മമ്മിനും പാത്തൂനും ഇന്ന് സ്കൂൾ കിട്ടണേയുള്ളൂ. അപ്പോൾ കളറാണ് ഇട്ടിട്ടുണ്ടോണം. അപ്പോൾ ക്രിസ്മസിൻ്റെ എന്തോ ചെറിയ പരിപാടി എന്തോ സ്കൂളിലുണ്ട്. അപ്പോൾ പാത്ത് ഉടുപ്പൊക്കെ എടുത്തിട്ട് റെഡി ആവാൻ വേണ്ടിയൊക്കെ ശരിയാക്കി വെച്ചേക്കണേണ്. അപ്പം മമ്മൂസ് ഇന്നലെ തുടങ്ങി കരയണേന് എനിക്ക് ക്രിസ്മസ് പപ്പാനിയുടെ ഉടുപ്പ് വേണമെന്നും പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നേരം വെളുത്തപ്പോൾ തൊപ്പിയെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് തൊപ്പി മേടിക്കാൻ വേണ്ടി തൊപ്പി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇടി നൊലോളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂൻ്റെ താത്ത തന്ന ഉടുപ്പുണ്ട് എന്നും പറഞ്ഞിട്ടു ബാറ്റ്മാൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് അവൻ പിന്നെ ഹാപ്പി ആയിട്ടാണ് ഭാഗത്ത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കണ്ണെഴുതാൻ പോയേക്കണായിരുന്നു. അപ്പം ഞാൻ ഭാഗ്യം പെട്ടെന്ന് പോകലും ഓട്ടോറിക്ഷക്കാരിൽ ഒപ്പമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പണിയായാലും ഓട്ടോറിക്ഷ പോയിക്കാനെ. പിന്നെ അവർ രണ്ടുപേരും പോയി. എൻ്റെ അകത്താണ് പോണേട്ടാ കാണുന്നത് രണ്ടുപേരും കൂടി. അപ്പോൾ അതേ ഭാഗത്ത് ഉമ്മൻ തന്നില്ല ഉമ്മിച്ചിന്നും പറഞ്ഞ് ഓടി തന്നെയാണ് ഉമ്മൻ തരാനായിട്ട്. അത് പിന്നെ പോയി വരുമ്പോൾ പോകുമ്പോൾ ഈ കോലം വരുമ്പോൾ നല്ല കോലം ഇരിക്കും രണ്ടെണ്ണം കേട്ടോ. ഉടുപ്പൊന്നും കറയാക്കാണ്ടിരുന്നാൽ മതി. പിന്നെ അതേ കോഴിക്കുട്ടന്മാർ കനാലിൽ കിടന്ന് നല്ല പണിയാണ് കേട്ടോ. പിന്നെ ആക്കിയൊന്നുമില്ല, ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുടപ്പനും തോരൻ വെക്കാമെന്ന് ഓർത്തപ്പോൾ കുറച്ച് വൻപയറുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വെക്കാമെന്ന് ഓർത്ത്. പിന്നെ മീനൊക്കെ മുറിച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് രണ്ട് മൂന്ന് തലയൊക്കെ എടുത്തിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തല പൊരിച്ചിട്ട് നെയ്ച്ചാളയുള്ള ചെറുതാണെങ്കിലും നെയ്ച്ചാള ആയതുകൊണ്ട് തല പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ കറിയൊക്കെ അവിടെ കിടന്ന് ആവണയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഒതുക്കി വീടൊക്കെ ഒതുക്കി ഇലയൊക്കെ തുടച്ച് അതിൻ്റെ ഇടയിൽ കൂടി കറിയുടെ പണിയും നോക്കി. അപ്പം അങ്ങനെയൊക്കെ ഒരുവിധമൊക്കെ ആയി. ഞാൻ നേരത്തെ ഒരു 2-2:30 മണിയായിട്ടാണ്. അപ്പോൾ കുറേ ആയിട്ട് നേരം വൈകണേണ് കേട്ടോ പണിയൊക്കെ. അല്ലെങ്കിൽ നേരത്തെയൊക്കെ കഴിയും. ഇപ്പം കറി വെക്കണ ദിവസം നേരം വൈകും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും കമൻറ്റൊക്കെ ചെയ്യണേ.